കോഴിക്കോട് എലത്തൂർ ഡിപ്പോയിൽ നിന്ന് ചോർന്ന ഡീസൽ മണ്ണിൽ കലർന്ന ഭാഗങ്ങളിൽ അതിന്റെ പ്രത്യാഘാതം ഏറെക്കാലം നീണ്ടു നിൽക്കുമെന്ന് വിദഗ്ധരുടെ അഭിപ്രായം. ജലാശയത്തിൽ പരന്ന ഡീസൽ മണ്ണിൽ ചേരില്ലെങ്കിലും മത്സ്യങ്ങൾ ഉൾപ്പെടെ ജലജീവികളുടെ നാശത്തിന് കാരണമാകും. 1500 ലിറ്റർ ഡീസലാണ് നഷ്ടമായതെന്നാണ് കമ്പനിയുടെ വിശദീകരണമെങ്കിലും ഡീസലും വെള്ളവുമടക്കം 10,000-ഓളം ലിറ്റർ ടാങ്കറിലും ഡ്രമ്മിലുമായി പ്രദേശത്ത് നിന്ന് ശേഖരിച്ചതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എലത്തൂർ ഡിപ്പോയിൽ നിന്നും ഇന്ധനം ചോർന്നത് ഡീസൽ മണ്ണിൽ കലരാൻ കാരണമായി. ഇതിന്റെ പ്രത്യാഘാതം വളരെ കാലം നീണ്ടു നിൽക്കുമെന്നാണ് നിഗമനമുള്ളത്. മണ്ണിൽ കലർന്ന ഭാഗത്ത് ഭൂഗർഭജലത്തിലേക്ക് ഡീസലിന്റെ അംശം ഇറങ്ങുമെന്ന് CWRDMലെ ശാസ്ത്രജ്ഞരടക്കം സൂചിപ്പിക്കുന്നു. സ്വാഭാവികമായി പ്രദേശത്തെ കിണറുകളെ ബാധിക്കും. പക്ഷേ തീരദേശത്തോട് ചേർന്ന മേഖലയായതുകൊണ്ട് പ്രശ്നമുണ്ടായ കിണറുകളെ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്നില്ല എന്നതാണ് ഏക ആശ്വാസം. അതേസമയം ജലാശയത്തിൽ പരന്ന ഡീസൽ മണ്ണിൽ ചേരില്ലെങ്കിലും മത്സ്യങ്ങളെ ഉൾപ്പെടെ ബാധിക്കും. വെള്ളത്തിന് മുകളിൽ പാട പോലെയാണ് ഡീസൽ കെട്ടിക്കിടക്കുക. മുകൾ തട്ടിൽ കാണപ്പെടുന്നതിനാൽ ഡിസോൾവിംഗ് ഓക്സിജൻ ഉണ്ടാവില്ല. ഇത് മത്സ്യങ്ങളും മറ്റു ജീവികളും ചാവാൻ കാരണമാകും. ഡീസൽ പുഴയിലേക്ക് എത്തിയതിനാൽ അവിടെയും അതിന്റെ പ്രശ്നങ്ങളുണ്ടായി. ഡീസൽ പരന്നൊഴുകിയ തോട്, സമീപത്തെ കിണർ എന്നിവിടങ്ങളിൽ നിന്ന് CWRDM സംഘം സാമ്പിളുകൾ ശേഖരിച്ചു. വെള്ളത്തിൽ എത്രമാത്രം ഡീസലിന്റെ അംശമുണ്ടെന്ന് ലാബിൽ പരിശോധിക്കും. 1500 ലിറ്റർ ഡീസലാണ് നഷ്ടമായതെന്നാണ് കമ്പനിയുടെ വിശദീകരണമെങ്കിലും ഡീസലും വെള്ളവുമടക്കം 10,000-ഓളം ലിറ്റർ ടാങ്കറിലും ഡ്രമ്മിലുമായി പ്രദേശത്തു നിന്ന് ശേഖരിച്ചതെന്ന് മന്ത്രി AK ശശീന്ദ്രനും അറിയിച്ചിരുന്നു. ശേഖരിച്ചു വെച്ച ഡീസലിൽ 20% വെള്ളം കലർന്നതെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് HPCL അധികൃതർ പറഞ്ഞതിനേക്കാൾ വലിയ രീതിയിൽ ഡീസൽ ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് വ്യക്തമാവുന്നത്. അതിനിടെ ഡീസൽ പടർന്ന ജലാശയങ്ങളിലും സമീപത്തെ വീടുകളിലും റവന്യൂ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തി. പ്രദേശത്തെ വീടുകളിൽ നിന്നെല്ലാം ആളുകളുടെ പരാതികൾ കേട്ടു. ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് കാര്യമായി അന്വേഷിച്ചത്. കൂടുതൽ ചോർച്ചയുണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കാനും പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ സുരക്ഷയും പാരിസ്ഥിതിക സാഹചര്യങ്ങളും പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും HPCLന് നിർദ്ദേശം നൽകി. മേയർ ഡോക്ടർ M. ബീന ഫിലിപ്പും പ്രദേശം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.